ഭിന്നശേഷിക്കാരെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും സ്വയം പര്യാപ്തം നേടിക്കൊടുക്കാനും പിന്നീട് നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിൽ എത്തിക്കണമെന്നാണ് നാഥൻ നമ്മളോട് അരുൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് സൽക്രമങ്ങളാണ്. ആ സൽക്രമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ, ഭിന്നശേഷിക്കാരായ ആളുകളെയൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നത്. നമ്മൾ മരിച്ചു പോകുമ്പോൾ എന്താണ് കൊണ്ടുപോകുന്നത്? നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളുണ്ടാക്കിയ സൽക്രമങ്ങൾ മാത്രമാണ് നമ്മൾ കൊണ്ടുപോവുക. വമൻ അമൽ മിസ്കാല ദർറത്തിൻ ഹൈറുൻ യറ വമൻ അമൽ മിസ്കാല ദർറത്തിൻ ശർറുൻ യറ. നമ്മളൊരു അണിമണി തൂക്കം നന്മ ചെയ്യുന്നുവോ ആ നന്മ മാത്രമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മളൊരു അണിമണി തൂക്കം തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ ആ തിന്മ മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്നാണ് പറയുന്നത്. അത് ബൈബിളിൽ പറയണ്ടല്ലോ. എന്താണ് പറയുന്നത്? കള്ളൻ തുരന്നു മോട്ടിക്കാത്തതും തുരുമ്പ് പിടിക്കാത്തതുമായ സ്വത്തുക്കളെ സ്വർഗത്തിൽ നിക്ഷേപിക്കുകയും എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതിനും പറയുന്നത് നന്മ ചെയ്യാം. അതുപോലെ ഗീതയിൽ എന്താണ് പറയുന്നത്? മൃത്യോ അനന്തരവയം കർമ്മഫലം മാത്രം മഹാമ. ഇതാണ് ഗീതയിൽ പറയുന്നത്. നമ്മളുണ്ടാക്കിയ കർമ്മഫലം മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഗുരുദേവൻ നമ്മളോട് പറയുന്നത് എന്താണ്? അവനവൻ്റെ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി പറയണം എന്നാണ് പറയുന്നത്. അപ്പം മറ്റൊരാളുടെ പ്രയാസത്തിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് നന്മയും കാരുണ്യവും ധർമ്മബോധമുള്ള ഒരു മനസ്സിനെ നമുക്ക് സൃഷ്ടിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. Wherever you are, your family's security is always with you. SBI Life, നമുക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി.